പാമ്പ് പിടിക്കുന്ന ആളാണോ? അല്ല, പാമ്പിനെ പിടിക്കുന്ന ആളാ. വേഗം പിടിച്ചോണ്ട് പോവൂ. അതെന്റെ ഭാര്യയല്ല വേഗം ചെന്ന് പിടിച്ചോണ്ട് പോവാൻ. കല്യാണം കഴിഞ്ഞതാണോ? പിന്നെ പാമ്പ് കല്യാണം റിസപ്ഷൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്നത്. ഇയാളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, വീട്ടിൽ നിറയെ കുഞ്ഞുങ്ങളാ. കല്യാണം കഴിക്കാത്ത കുട്ടികളാ? വീട്ടിൽ നിറയെ പാമ്പിന്റെ കുഞ്ഞുങ്ങളാന്ന്. കുഞ്ഞുങ്ങള് വലുതാകുമ്പോ എന്ത് ചെയ്യും? നഴ്സറി ചേർക്കും. പാമ്പിന്റെ കുഞ്ഞുങ്ങള്? അതിനെ കാട്ടിക്കൊണ്ടിട്ട് ഞാൻ വീട്ടിൽ വരും. ആരൊക്കെ ഉണ്ട്? ആന, കുരങ്ങ്, കടുവ, അങ്ങനെ പലതും കാണും. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്? അച്ഛനും അമ്മയും. ഒരാളാ? അല്ല, അവർ രണ്ടുപേരാ. അതല്ല, നിങ്ങൾ ഒരാളെ ഉള്ളോന്ന്. ഇയാള് പിന്നെ രണ്ടാണോ? ഒറ്റ മോനാണോന്ന്? അതെ. എങ്ങനെ ഇതിലേക്ക് വന്നത്? ഇയാള് ലൊക്കേഷൻ ഇട്ടില്ലായിരുന്ന? അത് നോക്കി വന്നു. അതല്ല, ഈ പാമ്പ് പിടുത്തത്തിലേക്ക്. കുഞ്ഞിലെ പാമ്പം തുറഞ്ഞ എനിക്ക് ജീവൻ. എവിടെ കണ്ടാലും ഞാൻ അടിച്ചു കൊല്ലും. ചേട്ടന് കടി കിട്ടാറുണ്ടോ? ഇന്നലെ പറ്റുകൊടുക്കാത്തോണ്ട് ചായ മാത്രമേ തന്നോളൂ, കടി തരൂലെന്ന് പറഞ്ഞു. ആ കടിയല്ല, പാമ്പിന്റെ കടി. ഈ ചുണ്ട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് വെപ്പ് ചുണ്ടാ. അപ്പൊ ഒറിജിനല്? ചാവാങ്കട അണലിക്ക് കൃത്രിമശ്വാസം കൊടുക്കാൻ പോയതാ, അതെന്റെ ചുണ്ടും കൊണ്ടങ്ങ് പോയി. ഈ അണലിയുടെ ഭക്ഷണക്രമം അങ്ങനെ? രാവിലെ ദോശയും മുട്ടക്കറിയും, ഉച്ചയ്ക്ക് ചോറും മീൻകറി, വൈകിട്ട് ചായയും വഴകിയപ്പോ. അണലിക്കൊക്കെ എന്തോന്ന് റൊട്ടീൻ. ഇര കിട്ടിയാ വിഴുങ്ങും, ദഹിക്കുന്നവരെ റെസ്റ്റ്. ഈ പാമ്പ് കടിച്ച് എന്ത് ചെയ്യണം? കടിച്ചതിന് കുറച്ച് മുകളിലായിട്ട് തുണി കെട്ടണം. ഇപ്പൊ തലയെ കുത്തിയാലോ? തലയ്ക്ക് ചുറ്റും കെട്ടണം, കൂടെ മൂക്കി പഞ്ഞി മച്ചാൻ കിടത്തണം. ഇവിടെ ഏത് പാമ്പാ വന്നത്? വെള്ളയമ്മേ പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പൊന്നാരേ. വെള്ളയമ്മേ പുള്ളിയുള്ള